ഹായ് സ്റ്റുഡൻസ്, V4U മലയാള അക്കാദമിയിലേക്ക് വീണ്ടും സ്വാഗതം. 2019-20 അധ്യയന വർഷത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒന്നാം സെമസ്റ്റർ BA BScയുടെ കോമൺ കോഴ്സ് മലയാളം ഒന്നാം സെമസ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നാം സെമസ്റ്ററിലെ ഡബിൾ ആക്ട് എന്ന കഥയുടെ മൂന്നാമത്തെ ഭാഗമാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തൻ്റെ സംഭാഷണത്തിന് ഉപസംഹാരമായ സീത പറഞ്ഞത് എന്ത്? ഇതൊക്കെയാണെങ്കിലും ലോകത്തുള്ള കാഴ്ചകൾ കൊണ്ടു നടന്ന് കാണിച്ചു തരാൻ ഒരാളുണ്ടാകാൻ വേണ്ടി തൻ്റെ ആദർശങ്ങൾ വിവാഹപീഠത്തിൽ ബലി കഴിച്ചാലെന്ത് എന്ന് തനിക്ക് ചില സമയം തോന്നാറുണ്ടെന്ന് സീത പറഞ്ഞു. ഭർത്താവിൻ്റെ ആവശ്യം അതിൽ കവിഞ്ഞ് അറിയാനും മാത്രം തൻ്റെ സ്ത്രീത്വം വളർന്നിട്ടില്ല എന്നുമൊക്കെയാണ് അവരുടെ സംസാരം. അതാണ് തൻ്റെ സംഭാഷണത്തിന് ഉപസംഹാരമായ സീത പറഞ്ഞത് എന്ത്? അപ്പം ഇങ്ങനെയാണ് അതിൻ്റെ ആൻസർ തുടങ്ങി. ഇതൊക്കെയാണെങ്കിലും ലോകത്തുള്ള കാഴ്ചകൾ കൊണ്ട് നടന്ന് കാണിച്ചു തരാൻ ഒരാളുണ്ടാകാൻ വേണ്ടി തൻ്റെ ആദർശങ്ങൾ വിവാഹപീഠത്തിൽ ബലി കഴിച്ചാലെന്ത് എന്ന് തനിക്ക് ചില സമയം തോന്നാറുണ്ട് പോലും. സീത പറയുകയാണ് അങ്ങനെ. ഭർത്താവിൻ്റെ ആവശ്യം അതിൽ കവിഞ്ഞ് അറിയാനും മാത്രം തൻ്റെ സ്ത്രീത്വം വളർന്നിട്ടില്ല എന്നുമൊക്കെയാണ് അവരുടെ സംസാരം. വീണ്ടും, ഒരു പക്ഷേ ലോകത്തിൽ വിജയകരമായി ജീവിക്കുന്നവർക്കെല്ലാം ഉള്ളൊരു തന്ത്രമായിരിക്കാം അത്. ഏതാണ് ആ തന്ത്രം? ഈ കഥയിലെ സംഭാഷണങ്ങൾ വെച്ചിട്ടുള്ള ചോദ്യോത്തരമാണ് പറയുന്നത്, ശ്രദ്ധിക്കണം. ഒരു പക്ഷേ ലോകത്തിൽ വിജയകരമായി ജീവിക്കുന്നവർക്കെല്ലാമുള്ളൊരു തന്ത്രമായിരിക്കാം അത്. ഏത്? ആളുകളുടെ മുൻപിൽ അവരുടെ ബോധ്യത്തിനൊരു വേഷം, സ്വന്തം അഭിമതമനുസരിച്ച്, അതായത് സ്വന്തം ആഗ്രഹം അല്ലെങ്കിൽ അഭിപ്രായം അനുസരിച്ച് സ്വകാര്യമായി മറ്റൊരു വേഷം. പണ്ടേ തുടങ്ങിയതാണ് ഈ ഡബിൾ ആക്ട്. ലോകത്തിൽ വിജയകരമായി ജീവിക്കുന്നവർക്കെല്ലാം ഉള്ളൊരു തന്ത്രമായിരിക്കാം ഡബിൾ ആക്ട് എന്നാണ് പറയുന്നത്. ഒരു പക്ഷേ ലോകത്തിൽ വിജയകരമായി ജീവിക്കുന്നവർക്കെല്ലാം ഉള്ള ഒരു തന്ത്രമായിരിക്കാം അത് എന്ന് പറയുന്നത് എന്ത് എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഡബിൾ ആക്ട്. ഈ ഡബിൾ ആക്ട് എന്ത് എന്ന് ഈ കഥയിൽ വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. ഡബിൾ ആക്ട് എന്താണെന്ന് നമ്മൾ കണ്ടതുമാണ്. അതായത് ആളുകളുടെ മുൻപിൽ അവരുടെ ബോധ്യത്തിനൊരു വേഷം, ആളുകളെ ബോധിപ്പിക്കാൻ ഒരു വേഷം, സ്വന്തം അഭിപ്രായമനുസരിച്ച് സ്വകാര്യമായി മറ്റൊരു വേഷം. അപ്പോൾ രണ്ട് തരം വേഷങ്ങൾ. ഒന്ന്, ആളുകളുടെ മുൻപിൽ അവരുടെ ബോധത്തിനനുസരിച്ച് ആളുകളുടെ മുൻപിൽ നല്ലതെന്ന് ചിന്തിക്കപ്പെടാനൊരു വേഷം. പിന്നെ സ്വന്തം അഭിപ്രായങ്ങൾക്ക് സ്വകാര്യമായി മറ്റൊരു വേഷം. പണ്ടേ തുടങ്ങിയതാണ് ലോകത്തിൽ ഈ ഡബിൾ ആക്ട്. ലോകത്തിൽ വിജയകരമായി ജീവിക്കുന്നവർക്കെല്ലാമുള്ള ഒരു തന്ത്രമായിരിക്കാം ഇത് ആധുനിക കാലത്തിന് നേരെ പിടിക്കുന്ന ഒരു ചൂണ്ടുവിരൽ കൂടിയാണ് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. വീണ്ടും അടുത്ത ചോദ്യത്തിലേക്ക്. സുധീരൻ നായരെ കിട്ടാൻ തപസ് ചെയ്യുകയായിരുന്നു സീത എന്ന സുധീരൻ നായരുടെ ഭാര്യയുടെ വാക്കുകൾക്ക് സീത എന്ത് മറുപടിയാണ് നൽകിയത്? ഉത്തരം ഇങ്ങനെ: കമ്പോളത്തിൽ സാധനങ്ങൾക്ക് വില കൂട്ടാൻ ഉപയോഗിക്കുന്ന സർവ്വസാധാരണമായ തന്ത്രം സുധിയും പ്രയോഗിച്ചിരിക്കുന്നു. തോൽപ്പിക്കപ്പെട്ട ഒരെതിരാളി തനിക്കുണ്ടെന്ന് അറിയിക്കുന്ന ഭർത്താവിനോട് ഭാര്യയ്ക്ക് കൂടുതൽ ഇഷ്ടം തോന്നും പോലും. അതിനു വേണ്ടിയാണ് സീത എന്ന സുധീരൻ നായരുടെ ഭാര്യയ്ക്ക് സുധീരൻ നായർ കിട്ടാൻ തപസ് ചെയ്യുകയായിരുന്ന സീത എന്ന സുധീരൻ നായരുടെ ഭാര്യയുടെ വാക്കുകൾക്ക് സീത നൽകിയ മറുപടി. അപ്പം സുധീരൻ നായരുടെ ഭാര്യയെ കണ്ടപ്പോൾ സീത എന്ത് മറുപടി നൽകി എന്നാണ് ഇവിടുത്തെ ചോദ്യം. അതായത് കമ്പോളത്തിൽ സാധനങ്ങൾക്ക് വില കൂട്ടാൻ ഉപയോഗിക്കുന്ന സർവ്വസാധാരണമായ ഒരു തന്ത്രം സുധീരൻ നായരും പ്രയോഗിച്ചിരിക്കുന്നു. അതായത് തോൽപ്പിക്കപ്പെട്ട ഒരു എതിരാളി തനിക്കുണ്ടെന്ന് അറിയിക്കുന്ന ഭർത്താവിനോട് ഭാര്യയ്ക്ക് കൂടുതൽ ഇഷ്ടം തോന്നുമെന്ന ഒരു ലോകസത്യം. ആ ലോകസത്യം എന്നൊന്നും പറയാൻ പറ്റില്ല, അങ്ങനെ ഒരു നിലപാടാണ് അവിടെ എടുത്ത് കാണിച്ചിരിക്കുന്നത്. അതായത് തരം താണ ഒരു ജീവിത വ്യയം അല്ലെങ്കിൽ ജീവിത വ്യവസ്ഥ. വീണ്ടും അടുത്ത ചോദ്യം. എത്ര അമൂല്യമായ ആഹാര സാധനമായാലും വേണമെന്ന് തോന്നിയില്ലെങ്കിൽ ആരെങ്കിലും തിന്നുമോ? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആരുടെ വാക്കുകൾ? സന്ദർഭം പറയുക. എത്ര അമൂല്യമായ ആഹാര സാധനമായാലും വേണമെന്ന് തോന്നിയില്ലെങ്കിൽ ആരെങ്കിലും തിന്നുമോ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞതാണെങ്കിലും നിങ്ങൾ ഒന്നും കൂടി ഓർത്തിരിക്കാൻ വേണ്ടി പറയുകയാണ്. സീത സുധീരൻ നായരെ വിവാഹം ചെയ്യാതെ വിട്ടുകളഞ്ഞത് കൈക്കുള്ളിലിരിക്കുന്ന രത്നം അയൽമുറ്റത്തേക്ക് എറിഞ്ഞു കൊടുത്തതുപോലെയാണെന്ന് സൗദാമിനി സൂചിപ്പിക്കുന്ന ഒരു സന്ദർഭം നമ്മൾ കണ്ടു. സൗദാമിനിയാണ് അങ്ങനെ സൂചിപ്പിക്കുന്നത്. അതിന് മറുപടിയായി സീത പറഞ്ഞത് ചിലർക്ക് രത്നങ്ങൾ കൈക്കുള്ളിൽ വയ്ക്കാനല്ല, ദൂരെ വെച്ച് കണ്ടുകൊണ്ടിരിക്കാനായിരിക്കും ഇഷ്ടമെന്നാണ്. എത്ര അമൂല്യമായ ആഹാര സാധനമായാലും വേണമെന്ന് തോന്നിയില്ലെങ്കിൽ ആരെങ്കിലും തിന്നുമോ എന്നാണ് സീത പറഞ്ഞത്. സുധീരൻ നായർ വളരെ വിശിഷ്ട വ്യക്തിയായിരിക്കും, പക്ഷേ മറ്റുള്ളവരുടെ കണ്ണിൽ സീതയ്ക്ക്, അതായത് മറ്റുള്ളവരുടെ കണ്ണിൽ അങ്ങനെയായിരിക്കാം, പക്ഷേ സീതയ്ക്ക് അങ്ങനെ ആകണമെന്നില്ലല്ലോ എന്നതാണ് അർത്ഥം. അടുത്ത ചോദ്യത്തിലേക്ക് പോട്ടെ. നല്ല ഭർത്താവിന് കിട്ടാൻ വലിയ വിഷമമുള്ള കാലമാണെന്നല്ലേ പറയുക?
ആരാണ് ഇങ്ങനെ പറയാൻ ശ്രമിക്കുന്നത്? കാര്യമെന്ത് അല്ലെങ്കിൽ സന്ദർഭമെന്ത്? സൗദാമിനി സുധീരൻ നായരുടെ വിവാഹക്കാരി സീതയോട് പറഞ്ഞു. ഞാൻ അറിഞ്ഞിരുന്നു, എന്നെ ക്ഷണിക്കുകയും ചെയ്തിരുന്നു എന്ന് സീത തിരിച്ച് സൗദാമിനിയോട് പറഞ്ഞു. അപ്പോൾ സൗദാമിനി സുധിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സുധി എന്ന് പറയുന്ന സുധീരൻ നായർ, ആ വീട്ടുകാർ അയാളെ കുരുക്കിയിരിക്കാം അല്ലെങ്കിൽ കുടുക്കിയതായിരിക്കാം എന്നാണ് ആളുകളുടെ അഭിപ്രായം എന്ന് പറഞ്ഞു. അപ്പോൾ സീത പറയുന്നത് ശരിയായിരിക്കാം, നല്ല ഭർത്താവിനെ കിട്ടാൻ വലിയ വിഷമമുള്ള കാലമാണെന്നല്ലേ സാധാരണ പറയുന്നത് എന്നാണ്. വീണ്ടും അടുത്ത ചോദ്യത്തിലേക്ക്. മൃഗമായിരുന്നു ഇന്ന് ഇഴജന്തുവും. വിശദീകരിക്കുക. ചോദ്യം ശ്രദ്ധിക്കുക. മൃഗമായിരുന്നു ഇന്ന് ഇഴജന്തുവും. എന്താണ് ഇവിടെ ഇങ്ങനെ പറയാൻ കാരണം? വാസന്തി നായർക്ക് സീതയ്ക്കെതിരെ പരാതി കൊടുത്തതിനെപ്പറ്റി സീത സുധീരൻ നായരോട് ചോദിക്കുന്നു. വാസന്തി നായരുടെ വീട്ടിലെ കുട്ടി തന്നെയാണ് പറഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ സുധീരൻ നായർ അടവൊക്കെ ഒന്ന് മാറ്റി ഇനി ഇങ്ങനെ ഒരിക്കലും ഒരു കുറ്റവും ഉണ്ടാകില്ല എന്ന് പറയുന്നു. അന്ന് ഞാൻ അയാൾ പറയുന്നതിൻ്റെ ബാക്കിയാണ് സീത ഇവിടെ സൂചിപ്പിക്കുന്നത്. അന്ന് ഞാനൊരു എന്ന് പറയുമ്പോഴേക്ക് സീത ബാക്കി ഭാഗം പൂരിപ്പിച്ചു. മൃഗമായിരുന്നു ഇന്ന് ഇഴജന്തുവും. സുധീരൻ നായർ എന്നല്ല പേര് വേണ്ടതെന്നും മഹാഭീരു എന്നാണ് ചേരുക എന്നും സീത പറഞ്ഞു. സുധീരൻ എന്ന വാക്കിൻ്റെ അർത്ഥം നല്ല ധീരതയുള്ളവൻ എന്നാണല്ലോ. സുധീരൻ എന്ന സാധാരണ വാക്കിൻ്റെ അർത്ഥം നല്ല ധീരതയുള്ളവൻ. അത് മാറ്റിയിട്ട് മഹാഭീരു എന്ന് വിളിക്കണമെന്നാണ് സീത പറഞ്ഞത്. അടുത്ത ചോദ്യം. എന്തിനാണ് 2 വേഷം? സന്ദർഭം എന്ത്? എന്തിനാണ് ഈ 2 വേഷം? സീതയെക്കുറിച്ചില്ലാത്തല്ല സുധീരൻ നായർ വാസന്തി നായരോട് പറഞ്ഞു കൊടുത്തു അല്ലേ? അതൊക്കെ നമ്മൾ കണ്ടതാണ്. അവർ സീതയോട് മറ്റുള്ളവരെ ചീത്ത പറയുക എന്ന് തെറ്റ് തിരുത്തിയില്ലെങ്കിൽ ശിക്ഷിക്കുമെന്ന് വരെ പറഞ്ഞു സീതയോട്. വാസന്തി നായർ റോയിട്ടറിൽ റിപ്പോർട്ടറാണെന്നാണ് സീതയുടെ അഭിപ്രായം. അത്ര വലിയ വാർത്താ വിതരണക്കാരിയാണ് പോലും വാസന്തി നായർ. മറ്റുള്ളവരോട് കുറ്റം പറഞ്ഞിട്ട് സുധീരൻ നായർ ഇവിടെ വരുന്ന മാന്യനാണെന്നും കുറ്റമറ്റവനാണെന്നും അഭിനയിക്കുന്നതിനെക്കുറിച്ച് ആണ് സീത 2 വേഷം എന്ന് പറയുന്നത്. അതായത് മറ്റുള്ളവരോട് കുറ്റമൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് സുധീരൻ നായർ സീതയുടെ മുൻപിലെത്തി മാന്യനാണെന്നും കുറ്റമറ്റവനാണെന്നും അഭിനയിക്കുന്നതിനെക്കുറിച്ചാണ് സീത 2 വേഷമെന്ന് പറഞ്ഞത്. മനസ്സിലായല്ലോ? വീണ്ടും. എനിക്ക് വേണ്ടി ആരെങ്കിലും ഒരു ത്യാഗം ചെയ്യുന്നത് ഞാൻ തീരെ ഇഷ്ടപ്പെടുന്നില്ല. എനിക്ക് വേണ്ടി ആരെങ്കിലും ഒരു ത്യാഗം ചെയ്യുന്നത് ഞാൻ തീരെ ഇഷ്ടപ്പെടുന്നില്ല. ഇത് ആരുടെ വാക്ക്? ഇത് സീതയുടെ വാക്ക്. സീതയാണ് ഇങ്ങനെ പറയുന്നത്. അതായത് സുധീരൻ നായർ അയാളും സീതയും തമ്മിൽ ഉള്ളത് സൗഹൃദമാണെന്ന് അറിയിക്കാൻ വാസന്തി നായരുടെ അടുത്ത് ചെന്ന് വിശദീകരണം നടത്തി. അവരുടെ തെറ്റിദ്ധാരണ നീക്കിയില്ലെങ്കിൽ നമ്മളെപ്പറ്റിയുള്ള കള്ളക്കഥ വല്ലാതെ പരസ്യമായേനെ എന്നാണ് അയാൾ പറഞ്ഞുണ്ടാക്കുന്നത്. അയാൾ അതിന് ന്യായമായി പറയുന്നതും ഇങ്ങനെ തന്നെയാണ്. അതായത് വാസന്തി നായരോട് പോയിട്ട് സീതയെക്കുറിച്ച് ഇല്ലാത്ത കഥ പറഞ്ഞുണ്ടാക്കിയപ്പോൾ സീത അതിനെ ചോദ്യം ചെയ്തപ്പോൾ ആ തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടിയിട്ട് സുധീരൻ നായർ പ്രയോഗിക്കുന്ന ചില അടവുകളാണിത്. അപ്പോൾ സീത തിരിച്ചു പറയുകയാണ്, തനിക്ക് വേണ്ടി ആരെങ്കിലും ത്യാഗം ചെയ്യുന്നത് ഞാൻ തീരെ ഇഷ്ടപ്പെടുന്നില്ല എന്ന്. ചോദ്യം ശ്രദ്ധിക്കുക. എപ്പോഴാണ് തനിക്ക് വേണ്ടി ആരെങ്കിലും ത്യാഗം ചെയ്യുന്നത് താൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് സീത പറയുന്നത്? ഇത് പറയുന്ന സന്ദർഭം ഇതാണ്. വാസന്തി നായരോട് പോയി സീതയെക്കുറിച്ച് അപവാദങ്ങൾ സുധീരൻ നായർ പറഞ്ഞു കൊടുക്കുന്നു. ഈ തെറ്റിദ്ധാരണ തിരുത്താൻ വേണ്ടി സീതയുടെ മുൻപിൽ വീണ്ടും സുധീരൻ നായർ പ്രത്യക്ഷപ്പെടുന്നു. അങ്ങനെ വാസന്തി നായരുടെ തെറ്റിദ്ധാരണ മാറ്റാനാണ് താൻ അവിടെ പോയതും സംസാരിച്ചതെന്നൊക്കെ സീതയോട് സുധീരൻ നായർ വന്ന് പറയുമ്പോൾ സീത പറയുകയാണ്, തനിക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും ത്യാഗം ചെയ്യുന്നത് തനിക്ക് തീരെ ഇഷ്ടമില്ല എന്ന്. സീതയുടെ വാക്കുകളാണിത്. വീണ്ടും അടുത്ത ചോദ്യം. അവർ അവരുടെ ചെറുപ്പകാലത്ത് വല്ലവർക്കും വല്ലതും എഴുതി കൊടുത്തിരിക്കാം. ആരാണ് ഇങ്ങനെ പറഞ്ഞത്? സുധീരൻ നായർ സീതയോട് പറയുന്ന വാക്കാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. അവർ അവരുടെ ചെറുപ്പകാലത്ത് വല്ലവർക്കും വല്ലതൊക്കെ എഴുതി കൊടുത്തിരിക്കാം. ഇങ്ങനെ പറയാൻ കാരണം സൗദാമിനി സീതയോട് വാസന്തി നായർ അവളെ കുറ്റപ്പെടുത്തി സംസാരിക്കാൻ കാരണം സുധീരൻ നായർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണെന്ന് പറഞ്ഞു കൊടുക്കുന്നു. തന്നെക്കുറിച്ച് വാസന്തി നായർക്ക് എന്തെല്ലാമാണ് പരാതിയായി എഴുതി കൊടുത്തെന്ന് ചോദിച്ചപ്പോൾ സുധീരൻ നായരാണ്, അതായത് സൗദാമിനി സീതയോട് വന്ന് പറയുന്നു വാസന്തി നായരോട് സുധീരൻ നായരാണ് സീതയെ കുറ്റപ്പെടുത്തി പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ
തന്നെക്കുറിച്ച് സീത ചോദിക്കുകയാണ്, തന്നെക്കുറിച്ച് വാസന്തി നായർക്ക് എന്താണ് പരാതിയായി എഴുതി കൊടുത്തതെന്ന് സീത സുധീരൻ നായരോട് ചോദിച്ചപ്പോൾ സുധീരൻ നായർ പറയാണ്, അവർ അവരുടെ ചെറുപ്പകാലത്ത് വല്ലവർക്കും വല്ലതും എഴുതി കൊടുത്തിരിക്കാം എന്ന്. വീണ്ടും അടുത്ത ചോദ്യം, തൻ്റെ കാലിനടിയിലെ ഭൂമി നീങ്ങുന്നതായി സീതയ്ക്ക് തോന്നി. എപ്പോഴാണ് അങ്ങനെ ഒരു തോന്നലുണ്ടായത്? പറഞ്ഞതാണ് 2-3 പ്രാവശ്യം എങ്കിലും ശ്രദ്ധിക്കുക. സീതയുടെ മനസ്സിൽ തനിക്കെതിരായി ദുഷ്പ്രചരണം ചെയ്യത്തക്ക വിധം തൻ്റെ സഹവിദ്യാർത്ഥികളിൽ ഒരാൾക്ക് തന്നോട് ദേഷ്യമാണെന്ന് അതിൻ്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ സൗദാമിനി പറയുകയാണ്. ആ സത്യം വെളിപ്പെട്ട് വരികയുമാണ്. തനിക്ക് ഇന്നലെ വൈകിട്ട് കിട്ടിയ ന്യൂസാണെന്ന് പറഞ്ഞുകൊണ്ടാണ് സൗദാമിനി സുധീരൻ നായരാണ് മിസ് വാസന്തി നായരെ കൊണ്ട് സീതയോടൊക്കെ ഇങ്ങനെ പറയിച്ചതെന്ന് പറഞ്ഞു. താനുമായി സ്നേഹത്തിലാണെന്ന് പറഞ്ഞു കേൾക്കുന്ന താൻ ഏറെ സ്നേഹിക്കുന്ന വ്യക്തി തന്നെയാണ് തന്നെ ഒറ്റുകൊടുത്തെന്ന് അറിയുമ്പോൾ ശരിക്കും സീതയുടെ കാലിനടിയിലെ ഭൂമി നീങ്ങുന്നതായി അവൾക്ക് തോന്നി. അതായത് താൻ ഏറ്റവും താല്പര്യപ്പെടുന്ന സുധീരൻ നായരാണ് തന്നെക്കുറിച്ച് വാസന്തി നായരോട് ദുഷ്പ്രചരണം നടത്തിയത് എന്ന് സൗദാമിനിയിൽ നിന്ന് കേൾക്കുമ്പോഴാണ് ശരിക്കും അവളുടെ കാലിനടിയിലെ ഭൂമി അല്ലെങ്കിൽ മണ്ണ് നീങ്ങുന്നത് പോലെ തോന്നിയത്. വീണ്ടും മഞ്ഞപ്പിത്തക്കാരനെല്ലാം മഞ്ഞയായി കാണും പോലെ എന്താണ് ഇങ്ങനെ പറയുന്ന സന്ദർഭം? മിസ്സിസ് മേനോൻ ക്ലാസ്സിൽ വന്ന എല്ലാവരും കലയുടെ ശാകുന്തളം വായിച്ചു എന്ന് ചോദിക്കുന്നു. ക്ലാസ്സാണേ. പുസ്തകം സീതയുടെ കയ്യിലായിരുന്നതുകൊണ്ട് മറ്റുള്ളവർ സീതയെ നോക്കി. താൻ എമിലി സോളയുടെ നാന എന്ന നോവൽ വായിക്കുകയായിരുന്നുവെന്നും അതുകൊണ്ട് ശാകുന്തളം മുഴുവൻ വായിച്ചു തീർക്കാൻ പറ്റിയില്ലെന്നും അവൾ പറഞ്ഞു. സീത കള്ളമാണ് പറയുന്നതെന്ന് കരുതി മിസ്സിസ് മേനോൻ ഹാസ്യരസത്തോടെ നോക്കി. അവരുടെ സ്വഭാവമാണ് മറ്റുള്ളവർക്കും എന്ന പോലെയാണ് അവർ പെരുമാറിയത്. മഞ്ഞപ്പിത്തക്കാരനെല്ലാം മഞ്ഞയായി കാണും പോലെ എന്ന് പറയുന്നത് മിസ്സിസ് മേനോൻ്റെ സംസാരം കേട്ടിട്ടാണ്. വീണ്ടും ഇവിടെ നിന്ന് ആടുകയും പാടുകയും ഒന്നും വേണ്ട, പതുക്കെ പറഞ്ഞാൽ മതി. സന്ദർഭമെന്ത്? കാരണം കോളേജിലെ സ്റ്റാഫിനെക്കുറിച്ചും കുട്ടികളെക്കുറിച്ചും ചീത്തയായി സീത സംസാരിക്കുന്നുവെന്ന് പരാതി കിട്ടിയിട്ടുണ്ടെന്ന് വാസന്തി നായരായ ടീച്ചർ പറയുന്നു. തിരുത്താൻ രണ്ടാഴ്ചയ്ക്ക് സമയം അനുവദിച്ചും കൊടുക്കും. അങ്ങനെ ഒരു പരാതിക്ക് താൻ ഇടയാക്കിയിട്ടില്ലെന്നും തെളിവ് തരാമെങ്കിൽ ശിക്ഷയേൽക്കാൻ തയ്യാറാണെന്നും സ്വരത്തിൽ ഭീതിയോ കുറ്റസമ്മതമോ ഇല്ലാതെ സീത പറഞ്ഞത് കേട്ടപ്പോൾ പരാജയബോധത്താൽ ദേഷ്യം വന്ന് വാസന്തി നായർ പറഞ്ഞതാണ്, ഇവിടെ നിന്ന് ആടുകയും പാടുകയും ഒന്നും വേണ്ട, പതുക്കെ പറഞ്ഞാൽ മതിയെന്ന്. വാസന്തി നായരുടെ വാക്കുകളാണിത്. അടുത്തത്, അതിനകം ഇത് നിർത്തിയില്ലെങ്കിൽ ഫലം അനുഭവിക്കാൻ തയ്യാറായിക്കൊള്ളണം. ഏത്? സീതയെ അധ്യാപികമാരുടെ മുൻപിൽ കണ്ടപ്പോൾ വാസന്തി നായർ അടുത്തേക്ക് വിളിച്ചിട്ട് അവൾക്കെതിരായി രേഖാമൂലമായ പരാതികൾ തൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെന്നും ഇവിടുത്തെ സ്റ്റാഫിനെയും കുട്ടികളെയും പറ്റി സീത മോശമായി സംസാരിക്കുകയാണെന്നും പരാതിയിലുള്ളതായി വാസന്തി നായർ പറയുന്നു. താൻ 2 ആഴ്ച ഇട തരുന്നുവെന്നും അതിനകം ഇത് നിർത്തിയില്ലെങ്കിൽ ഫലം അനുഭവിക്കാൻ തയ്യാറായിക്കൊള്ളണമെന്നുമൊക്കെയാണ് വാസന്തി നായരുടെ വാദം. വീണ്ടും സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള മൈത്രിയെക്കുറിച്ച് സീതയുടെ അഭിപ്രായമെന്ത്? ഈ കഥയിൽ സീത എന്താണ് പറയുന്നത്? സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള മൈത്രിക്ക് അപ്പുറം കടക്കാതിരിക്കാൻ സ്ത്രീക്ക് പലപ്പോഴും സ്വാഭാവികമായി സാധിക്കുമെന്നാണ് സീതയുടെ വിശ്വാസം. അതിന് കഴിയുന്ന പുരുഷന്മാർ തീരെ കുറവാണത്രേ. ആപൽബോധം അടിയിൽ കിടക്കുന്നതുകൊണ്ടായിരിക്കണം സ്ത്രീയുടെ മെച്ചത്തിൻ്റെ കാരണം എന്നും സീത അഭിപ്രായപ്പെടുന്നു. വീണ്ടും അടുത്ത ചോദ്യം, ആത്മപരിശോധന നടത്തിയപ്പോൾ സുധിയോട് സീതയ്ക്കുള്ള മമത എന്ത്? സുധിയോട് സീതയ്ക്കുള്ള സ്നേഹത്തിൽ മുക്കാലും വാത്സല്യമാണ്, ബാക്കി വെറും സൗഹൃദമാണ്. പ്രേമിക്കാൻ സാധിക്കാത്ത ഒരു അത്ഭുത സൃഷ്ടിയാണ് താനെന്ന് അവൾക്ക് ഇടയ്ക്ക് തോന്നാറുണ്ട് എന്ന് ഈ കഥയിൽ അവൾ സമ്മതിക്കുന്നു. വീണ്ടും പെൺസാറന്മാരെക്കുറിച്ച് സൗദാമിനിയുടെ അഭിപ്രായം എന്താണ്? പെൺസാറന്മാർ ഒരു ഗുണവും ചെയ്യില്ല, ചീത്ത പറയുകയല്ലാതെ പെൺസാറന്മാരെ കൊണ്ട് ഒരു ഗുണവും ഇല്ല എന്നും ആണുങ്ങൾക്ക് എന്തെല്ലാം കുറ്റമുണ്ടെങ്കിലും അവർക്ക് അല്പത്തരം കുറയുമെന്ന മേന്മയുണ്ടെന്ന് സൗദാമിനി പറയുന്നു. സ്വവർഗക്കാരികളിൽ ഒരാളോടാണ് ഒരു സ്ത്രീ പ്രത്യേക പ്രതിപത്തി കാണിച്ചാൽ മാത്രമേ അവർക്ക് അസൂയ ജ്വലിക്കുകയുള്ളൂ. നുണ പറച്ചിലും കേൾക്കലും പഠിപ്പിക്കുക മാത്രമാണ് ഇവിടുത്തെ പെണ്ണുങ്ങളുടെ ജോലി എന്നാണ് സൗദാമിനിയുടെ അഭിപ്രായം. അടുത്ത ക്വസ്റ്റ്യൻ, ഇതൊക്കെ കണ്ടിട്ട് ലോകത്തോട് പോലും വെറുപ്പ് തോന്നുകയാണ്. ആരുടെ വാക്കുകളാണിത്? ചോദ്യം ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ കണ്ടിട്ട് ലോകത്തോട് പോലും വെറുപ്പ് തോന്നുകയാണ്. ആരുടെ വാക്കുകൾ? സരസ്വതി അമ്മയുടെ ഡബിൾ ആക്ട് എന്ന കഥയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കഥയിലെ സീതയുടെ വാക്കുകളാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഇതൊക്കെ കണ്ടിട്ട് ലോകത്തോട് പോലും വെറുപ്പ് തോന്നുന്നു.
എന്തൊക്കെ കണ്ടിട്ട്? കോളേജിലെ വാസന്തി നായരെ പോലുള്ള അധ്യാപികമാരുടെ ചിന്താഗതി കണ്ട് മടുത്തിട്ടാണ് സീത ഇങ്ങനെ ചിന്തിച്ചത്. ഇതൊക്കെ കണ്ടിട്ട് ലോകത്തോട് പോലും വെറുപ്പ് തോന്നുന്നത് ഡബിൾ ആക്റ്റിലെ സീത എന്ന കഥാപാത്രം പറയാൻ കാരണം കോളേജിലെ വാസന്തി നായർ എന്ന് പറയുന്ന അധ്യാപികയുടെ ചിന്താഗതികൾ കണ്ടുമടുത്തിട്ടാണ്, അല്ലെങ്കിൽ വാസന്തി നായരെ പോലുള്ള അധ്യാപികമാരുടെ ചിന്താഗതികൾ കണ്ടുമടുത്തിട്ടാണ്. അതൊരു കലാശാലയല്ലെന്നും ജ്ഞാന വിൽപ്പനശാലയാണെന്നും സീത തുറന്നു പറയുകയാണ്. കലാശാലയിൽ സംസ്കാരവും സമഭാവനയും ഹൃദയവിശാലതയും നിറഞ്ഞു നിൽക്കും. ശ്രദ്ധിക്കണം, കലാശാലയിൽ ഇതൊക്കെയാണ് കൊടുക്കുക: സംസ്കാരവും സമഭാവനയും ഹൃദയവിശാലതയും നൽകും. പണ്ടത്തെ കാട്ടാളന്മാരെക്കാൾ കഷ്ടമാണ് ഇവിടുത്തെ സ്ഥിതി. പഠിപ്പിക്കുന്ന കാട്ടാളത്തരമാണ് താനും. വീണ്ടും അടുത്ത ചോദ്യം: വാസന്തി നായർ ഇഷ്ടപ്പെടുന്ന കുട്ടികൾ ആരൊക്കെയാണ്? സാധാരണക്കാരായ കുട്ടികളോട് വാസന്തി നായർക്ക് വളരെ വെറുപ്പാണ്. ഉദ്യോഗസ്ഥരുടെ മക്കളായാൽ വാസന്തി നായർക്ക് അവർ ചെയ്യുന്നതെല്ലാം ശരിയായി തോന്നും, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ദൂഷ്യം കേൾപ്പിക്കാൻ അറിയണം. അത്തരമൊക്കെ ആണെങ്കിൽ അത്തരക്കാരായ കുട്ടികളെയാണ് വാസന്തി നായർ എന്ന അധ്യാപികയ്ക്ക് ഇഷ്ടം. അവരതൊന്ന് ശ്രമിച്ചിരിക്കണം, അതാണ് ഇത്ര സംശയം. നമ്മെപ്പറ്റി ആരെക്കുറിച്ചാണ് പറയുന്നത്? അവരതൊന്ന് ശ്രമിച്ചിരിക്കണം, അതാണ് ഇത്ര സംശയം നമ്മെപ്പറ്റി. ആരെക്കുറിച്ചാണ് ഇങ്ങനെ പറയുന്നത്? സീത വാസന്തി നായർ എന്ന അധ്യാപികയെക്കുറിച്ചാണല്ലോ പറയുന്നത്. മിക്ക കുട്ടികളും കോളേജിൽ വരുന്ന ഡിഗ്രി സമ്പാദിക്കാനല്ല, ഭർത്താവിനെ കൂടെ നേടാനെന്നാണ് ഈ കുട്ടികളുടെ വിചാരം പോലും. അവരതിന് ശ്രമിച്ചിരിക്കും. അതാണ് മറ്റുള്ളവരെക്കുറിച്ച് ഇങ്ങനെയൊരു അഭിപ്രായമുണ്ടാകാൻ കാരണമെന്ന് സീത പറയുന്നു. അപ്പോൾ സീത പറയുന്നത് ടീച്ചർ മറ്റുള്ള കുട്ടികളെക്കുറിച്ച് പറയുന്ന ചില അഭിപ്രായ ദൂഷ്യങ്ങളെക്കുറിച്ചാണ്. വീണ്ടും സീത സൈനബായുടെ അടുത്ത് ചെന്ന് അനുകമ്പാപൂർവ്വം ചോദിച്ചത് എന്താണ്? എന്താ വല്ലാതിരിക്കുന്നത്? ഇന്നും ടൈപ്പ് ചെയ്ത് എഴുത്ത് കിട്ടിയോ എന്ന് സീത സൈനബായോട് ചോദിക്കുന്നു. ആളറിഞ്ഞെങ്കിൽ പ്രിൻസിപ്പാളോട് പറയാമായിരുന്നുവെന്നും അതിന് നിവൃത്തിയില്ലല്ലോ എന്നും ഇതൊന്നും കണ്ടു പേടിക്കാൻ മാത്രം മണ്ടത്തരമൊന്നും അല്ലെങ്കിൽ മടയാകരുതെന്നും സീത സൈനബായോട് പറയുകയാണ്. അവർ രാപകൽ സ്വപ്നം കണ്ടോട്ടെ, അതിന് സൈനബായ്ക്ക് എന്ത് എന്ന് സീത സൈനബായെ ആശ്വസിപ്പിക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ: മേരിയെ കാണുമ്പോഴത് നല്ലപോലെ മനസ്സിലാവുന്നുണ്ട്. ഏത്? ക്ലാസ്സിൽ സാർ ഉത്തര വിഭ്രലംബത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ തനിക്ക് മനസ്സിലായില്ലെന്ന് സൗദാമിനി തമാശയായി പറഞ്ഞു. മേരിയെ കണ്ടപ്പോൾ അത് മനസ്സിലായില്ലെന്ന് പറയുമ്പോൾ മേരി ഇപ്പോൾ ഭർത്താവുമായി അകലെയിരിക്കുമ്പോഴുള്ള ദുഃഖം അനുഭവിക്കുകയാണെന്ന് ഇവിടെ കൂട്ടിച്ചേർക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നത്. മേരിയോട് ഈ ബുക്ക് നമ്പൂതിരിയുടെ കയ്യിലൊന്ന് കൊടുക്കാമോ എന്ന് കനകമ്മ ചോദിച്ചത് എന്തുകൊണ്ടാണ്? കാരണം അടുത്ത ക്ലാസ് വാസന്തി നായരാണ് ക്ലാസ് എടുക്കുന്നത്, അതായത് അടുത്ത ഭാഗം വാസന്തി നായരുടേതാണ്. ആൺപിള്ളേരോട് മിണ്ടിയാൽ അവരുടെ മുഖം മാറും, വാസന്തി നായരുടെ സ്വഭാവം മാറും. ആ രസം അവർക്ക് മാത്രമേ അമ്മയാകാവൂ എന്നാണ് വാസന്തി നായരുടെ ചിന്ത. മേരി കല്യാണം കഴിഞ്ഞ കുട്ടിയായതുകൊണ്ട് അത്ര പ്രശ്നമാവില്ല. അതുകൊണ്ടാണ് മേരിയോട് ഈ ബുക്ക് നമ്പൂതിരിയുടെ കയ്യിലൊന്ന് കൊടുക്കാമോ എന്ന് കനകമ്മ ചോദിക്കുന്നത്. ഇതൊക്കെയാണ് ഇതിലെ സംഭാഷണങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങൾ. അപ്പോൾ ഡബിൾ ആക്ട് എന്ന് പറയുന്ന ഈ കഥ നമ്മൾ വായിക്കുമ്പോൾ ശരിക്കും സീത എന്ന് പറയുന്ന കഥാപാത്രത്തെ ഒരു പുരുഷ വിദ്വേഷിയായിട്ടൊക്കെ നമുക്ക് തോന്നിയേക്കാം. അപ്പോൾ ശരിക്കും ഡബിൾ ആക്ട് എന്ന് പറയുന്ന ഈ കഥയിൽ ആളുകൾ അവരുടെ ബോധ്യത്തിന് ഒരു വേഷവും ചെയ്യുന്നു, സ്വന്തം അഭിപ്രായം അനുസരിച്ച് സ്വകാര്യമായി മറ്റൊരു വേഷവും ചെയ്യുന്നു. ഇതാണ് സുധീരൻ നായരുടെ മുഖം എന്നൊക്കെ പറയുമ്പോൾ ഡബിൾ ആക്ട് എന്ന് പറയുന്ന ഈ കഥയുടെ അന്തസത്ത നമുക്ക് വെളിപ്പെട്ടു വരുന്നു. കാരണം മലയാളത്തിലെ പുരുഷ വിദ്വേഷിയായ എഴുത്തുകാരി എന്ന് പേര് കേട്ട ആളാണ് സരസ്വതി അമ്മ. അതുകൊണ്ട് തന്നെ അവരുടെ കൃതികളിലൂടെ സഞ്ചരിച്ചാൽ നാം തിരിച്ചറിയുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ശരിക്കും പുരുഷാധിപത്യം സ്ഥാപിതമായൊരു വ്യവസ്ഥയിൽ സ്ത്രീ എങ്ങനെയൊക്കെ തരം താഴ്ത്തപ്പെടുന്നു എന്നതാണ് ഇതിലൂടെ നമ്മൾ കാണുന്നത്. ഒരിക്കൽ പോലും സ്ത്രീയുടെ ശത്രു പുരുഷൻ മാത്രമല്ല സ്ത്രീ കൂടിയാണെന്ന് മനസ്സിലാക്കിക്കാൻ കെ സരസ്വതി അമ്മ ഈ കഥയെ എടുത്ത് ഉപയോഗിക്കുകയാണ്. ഇതോടുകൂടി ഡബിൾ ആക്ട് എന്ന് പറയുന്ന ഈ കഥയെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിനു മുൻപ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. ഓക്കെ, താങ്ക് യു.